താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. അടച്ചിട്ടിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ ദിവസങ്ങൾക്കകം തുറക്കും. ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആന്റണി ജോൺ MLAയും മുനിസിപ്പൽ ചെയർമാൻ KK ടോമിയും പറഞ്ഞു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ കിഫ്ബി അനുവദിച്ച 11 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ നവീകരണം, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പുതിയ വാർഡ്, നിലവിലെ കെട്ടിടങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ആന്റണി ജോൺ MLAയും മുനിസിപ്പൽ ചെയർമാൻ KK ടോമിയും പറഞ്ഞു. ഇവിടെ നമുക്കറിയാം 11.4 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കിഫ്ബി പദ്ധതി ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ വികസനമാണ് ഇപ്പോൾ ആശുപത്രിയിൽ സാധ്യമായിട്ടുള്ളത്. നമുക്കറിയാം കണ്ണിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ, എല്ലാ നിലയിലുമുള്ള ആധുനിക സൗകര്യത്തോടു കൂടി നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അമ്മമാർക്കും കുട്ടികൾക്കുമുള്ള ഒരു പുതിയ വാർഡ്. ഇതെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമുക്കറിയാം നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ തന്നെയാണ്. അപ്പോൾ പഴയ കെട്ടിടത്തിലെ മുഴുവൻ നമ്മുടെ ഫയർ ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടിരിക്കുകയാണ്. മറ്റു മാർഗങ്ങളില്ലാത്തതിനാലാണ് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിടാൻ തീരുമാനിച്ചത്. അവസാനഘട്ട പരിശോധനകൾക്ക് ശേഷം ഉടൻ തുറക്കും. 3 ദിവസങ്ങളിലായി ഓപ്പറേഷൻ തിയേറ്റർ ഉള്ള് പൂർണ്ണമായും അത് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കൾച്ചർ സാമ്പിളുകൾ അത് ശേഖരിച്ച് അത് നെഗറ്റീവായി പൂർണ്ണമായും അണുവിമുക്തമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ കഴിയുള്ളൂ. ഏതായാലും എല്ലാ വർക്കുകളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിരവധി പ്രാവശ്യം അതിൻ്റെ വാഷിംഗ് അടക്കം പൂർത്തീകരിച്ച് ഫൂമിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ തിയേറ്റർ തുറന്ന് കൾച്ചർ സാമ്പിൾ നമ്മളതിന് സാമ്പിൾ ടെസ്റ്റിന് വേണ്ടി അയക്കുന്നതാണ്. അത് നെഗറ്റീവ് ആകുന്ന പക്ഷം തൊട്ടടുത്ത ദിവസം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്നതാണ്. മാതൃകാപരമായ വിവിധ പ്രവർത്തനങ്ങളാണ് ആശുപത്രിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ പ്രവർത്തനങ്ങളെ ഈഴ്ത്തി കാണിക്കാൻ ചിലരുടെ ഭാഗത്തു നിന്ന് ശ്രമം നടക്കുന്നുണ്ടെന്നും MLAയും മുനിസിപ്പൽ ചെയർമാനും ആരോപിച്ചു. ഓരോ തവണയും HMC കൂടിയെടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത HMCയിൽ അതിൻ്റെ മിനിറ്റ്സ് പരിശോധിച്ച് അതിൽ എന്തെല്ലാം തീരുമാനങ്ങൾ നടപ്പിലായി എന്ന് വിലയിരുത്തിയിട്ടാണ് അടുത്ത HMC കൂടുന്നത്. അങ്ങനെ കൃത്യമായി HMC കൂടി പോകുന്ന നമ്മുടെ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ അവിടെ ഉന്നയിക്കാത്ത ആക്ഷേപങ്ങളാണ് HMCയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ പുറത്തിറങ്ങി ഇപ്പം ഈ 2 ദിവസക്കാലമായി ഉന്നയിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. GTV ന്യൂസ്, കോതമംഗലം.